ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, ഇപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന നടന്മാർ മാറി നിൽക്കണമെന്ന പ്രതികരണത്തിന് എസ് ശാരദകുട്ടിക്ക് ഇപ്പോൾ തന്നെ നമ്മളൊരു പ്രേക്ഷകന്റെ പ്രതികരണം കേട്ടു. അപ്പോൾ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വലിയൊരു ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറയുന്നത് മനുഷ്യർക്ക് പെർഫോമൻസിനെയും നമ്മൾ പ്രാതിനിധ്യത്തെയും നമ്മൾ വേറെ ആയിട്ട് കാണും. ഒരു മത്സരത്തെ കാണുന്ന പോലെ ആവരുത് നമ്മൾ മറ്റൊരു കാര്യത്തെ കാണാൻ. നമ്മൾ ഇത് അടിസ്ഥാനപരമായ ഒരു മത്സരമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ പൊതുവെ ആളുകൾ പറയാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സീനിയറായ ആളുകൾ മാറി നിൽക്കണം, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളത്. സത്യത്തിൽ ഈ അവസരം കൊടുക്കുമ്പോൾ പറയുന്നത് എന്താ? അത് വേറൊരു തരത്തിൽ പുതിയ ശബ്ദങ്ങൾ ഉണ്ടാവണമെന്നും, അത് പുതിയ തരത്തിലുള്ള മുഖങ്ങൾ ഉണ്ടാവണമെന്നും, പുതിയ തരം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും. ഇവിടുത്തെ കാര്യം അതേയല്ല. ഇവിടുത്തെ കാര്യം ശ്രീ രാഹുൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് രണ്ട് പേര് തമ്മിലുള്ള മത്സരമാണ്. ഈ രണ്ട് പേരുള്ള തമ്മിലുള്ള മത്സരത്തിൽ കൂടുതൽ പെർഫോം ചെയ്യുന്ന ആളുകൾ കിട്ടും. കൂടുതൽ സ്നേഹമുണ്ട് എന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷന് കാരണമാവാത്തത്? കൂടുതൽ വലിയ താരരാജാക്കന്മാരാണെന്നുള്ളത് കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്തുകൊണ്ട് കാരണമാകുന്നില്ല? അതുകൊണ്ട് തന്നെ കൂടുതൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി ആളുകൾ നോക്കുക. അങ്ങനെ തന്നെയായിരിക്കും ജൂറി കമ്മിറ്റി നോക്കുക. ആ ജൂറി കമ്മിറ്റിയുടെ റിസൾട്ട് എന്തൊക്കെ പറഞ്ഞാലും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ മമ്മൂട്ടിക്കാണോ എന്നത് ഒരു തരത്തിലും ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുവതാരത്തെ കുറിച്ച് മോശമുള്ള കാര്യമാണ്. കാരണം അവർ കോമ്പീറ്റ് ചെയ്യുന്ന മമ്മൂട്ടിയോടാണ്, ശുദ്ധം മമ്മൂട്ടിയോടാണ്. അപ്പൊ അത് ഉറപ്പുണ്ടാക്കുന്ന അവർക്ക് അത് കൂടുതൽ ഹൈ ആയിരിക്കും കൊടുക്കാന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഔദാര്യങ്ങളല്ല. ഇവിടെ അടിസ്ഥാനപരമായ വ്യത്യാസം ആദരവിനെയും അല്ലെങ്കിൽ പ്രോത്സാഹനത്തെയും ഒരു മത്സരവുമായി കൂട്ടിച്ചേർത്തു എന്നതാണ് അടിസ്ഥാനമായി ശാരദകുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പൊതുവെ മനസ്സിലാക്കുന്നത് ഒരു വീഴ്ച പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ഞങ്ങളോട് പ്രതികരിച്ചതിന്, താങ്കളുടെ വലിയൊരു അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. ഒരു പ്രേക്ഷകനുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. തങ്കപ്പനാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ തങ്കപ്പൻ, എന്തായാലും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. താങ്കൾക്ക് ആരായിരിക്കും മലയാളത്തിന്റെ മികച്ച നടൻ എന്നാണ് തോന്നുന്നത്? അതോടൊപ്പം തന്നെ ശാരദകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിരുന്നു, മലയാളത്തിലെ മികച്ച നടന്മാരെല്ലാവരും, മുതിർന്ന നടന്മാരെല്ലാവരും മാറി നിൽക്കണമെന്ന്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ശാരദകുട്ടിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്തുകൊണ്ടാണ് യോജിക്കുന്നത്? കാരണം മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന് വലിയൊരു അവാർഡില്ല. ഇനി ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാനം കെടുത്തുന്നതിന് അയാൾക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു അവാർഡ്. അപ്പൊ അദ്ദേഹം മാറി നിൽക്കണം. പുരസ്കാരം ലഭിച്ചു എന്നതിന്റെ പുറത്ത് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾക്ക് അദ്ദേഹത്തിന് ഇനി പുരസ്കാരങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലല്ല, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് നടന്ന് നമുക്ക് ഇനി അദ്ദേഹത്തിന് ഇനി രണ്ടാമത് വേറൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എന്റെ അഭിപ്രായം. ആസിഫ് അലി നല്ലൊരു ആക്ടറാണ്, നല്ല ഫേസ് എക്സ്പ്രഷൻ ഉണ്ട്, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ട്. ആസിഫ് അലി അനുയോജ്യനായ ഒരു നടനാണ് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി ശ്രീ തങ്കപ്പൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. എന്തായാലും ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഉർവശി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് അതിങ്ങനെയാണ്: എന്തുകൊണ്ടാണ് താൻ മികച്ച സഹനടിയായത്, എന്തുകൊണ്ടാണ് വിജയരാഘവൻ മികച്ച സഹനടനായത് എന്ന്, തങ്ങൾക്ക് എന്തുകൊണ്ട് മികച്ച നടിയും മികച്ച നടനുമായിക്കൂടായിരുന്നു. ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വിജയരാഘവൻ മികച്ച നടനായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അത്രമാത്രം മികച്ച അഭിനയം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. എം.എസ്. ഹരികൃഷ്ണൻ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഹരിയിലേക്ക് വരാം. പ്രതീഷ് മലപ്പുറം എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ അഭിപ്രായത്തിൽ നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാലും, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. നമ്മളെ മലയാള സിനിമയിൽ എന്തായാലും നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ എന്ന കഥാപാത്രങ്ങൾ എന്തായാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അഭിനയത്തിന്റെ കുലപതികൾ ഓല് തന്നെയാണ്. പക്ഷെ എന്നായാലും നമ്മളെ വരുന്ന തലമുറ എന്ന് വെച്ചാല്, ഇപ്പൊ വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ആസിഫ് അലി, അതുപോലെ തന്നെ നമ്മളെ ജയസൂര്യ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് നല്ല നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ പ്രതീക്ഷ വിളിച്ചതിന്, അഭിപ്രായം പറഞ്ഞതിന്. സജി നന്ദിയാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അതിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുതിർന്ന നടന്മാർ മാറി നിൽക്കണം, യുവ നടന്മാർ മുന്നോട്ട് വരണമെന്ന്. താങ്കൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? മലയാളത്തിന്റെ മുതിർന്ന നടന്മാർ മത്സരരംഗത്തുള്ളത് കൊണ്ട് മലയാളത്തിന്റെ യുവ നടന്മാർ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ പോകുന്ന സാഹചര്യമുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മത്സരിച്ച് തന്നെ ജയിക്കേണ്ടേ? അല്ല, ലാസ്റ്റ് പറഞ്ഞ വാചകത്തോടെ എനിക്ക് യോജിപ്പ്. മത്സരിച്ച് ജയിക്കണം. ഈ മുതിർന്ന നടന്മാർ എന്തിനു മാറി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താണ്? അപ്പോ വരുന്ന യുവ
താരങ്ങൾക്ക് അവർ പ്രചോദനമാകണം. എന്തുകൊണ്ടാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്, അവരുടെ ഡെഡിക്കേഷൻ എന്താണ്, സമർപ്പണം എന്താണ്, അവർ ആ കഥാപാത്രത്തിൽ എത്രമാത്രം ഇറങ്ങി ചേർന്നിട്ടുണ്ട്, ആ കഥാപാത്രം കഥയും തിരഞ്ഞെടുക്കുന്നതിൽ അവർ കാണിച്ച ശുഷ്കാന്തി, അവരുടെ ആ പവർ, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, അവര് ആ കഥാപാത്രത്തിന് വേണ്ടി ചെയ്ത ത്യാഗം, അവരാ കഥാപാത്രമായി മാറാൻ ചെയ്ത ആ ഇഴകി ചേർന്ന അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ. അല്ലാതെ മോഹൻലാലോ മമ്മൂട്ടിയോ വന്നിട്ട് അയ്യോ ഞങ്ങൾക്കൊരു അവാർഡ് തരണേ എന്ന് ആരോടെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമോ? ഇവിടെ പറയൂ, അങ്ങനെ ഒരു നടന്മാർ പറയുമോ? അത് ജൂറിയാ തീരുമാനിക്കുന്നത്. ജൂറി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. ജൂറി തീരുമാനിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ലല്ലോ. ജൂറി തീരുമാനിക്കുന്നത് തങ്ങളുടെ മുമ്പിൽ വരുന്ന ചിത്രങ്ങൾ അവർ വിലയിരുത്തി അത് പല തട്ടിൽ കണ്ട് അതിലെ മുഴുവൻ കാര്യങ്ങളും ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ അതിനെ ഇഴകീറി പരിശോധിച്ചിട്ടാണ് ആ പടത്തിന് അവാർഡ് കൊടുക്കുന്നത്. അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ധാരണ, പൊതുസമൂഹത്തിന്റെ ധാരണ എന്താണ്? വെറുതെ കുറെ സിനിമ വരുന്നു, വെറുതെ കുറെ അവാർഡ് കൊടുക്കുന്നു, മമ്മൂട്ടിയല്ലേ ഇരിക്കട്ടെ ഒരു അവാർഡ്, മോഹൻലാലല്ലേ ഇരിക്കട്ടെ ഒരു അവാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു എന്നൊരു ധാരണ പൊതുവെ അങ്ങനെയല്ല സത്യം. ഈ സിനിമകളുടെ ഏത് മേഖല, എഡിറ്റിംഗ് ആയാലും അതിന്റെ ഓരോ കൊറിയോഗ്രാഫി ആയാലും ഫോട്ടോഗ്രാഫി ആയാലും അത് സംവിധാനമായാലും അതിന്റെ ഓരോ മികവുകളും ആ കഥാപാത്രവുമായി ഇഴകിച്ചേരുവാനൊക്കെ ആ വ്യക്തി, ആ നടൻ കാണിച്ച സമർപ്പണത്തിനാണ് അവാർഡ്. ഇവരെന്തിനാ മാറി നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി മാറി നിൽക്കണമെന്ന് പറയാൻ എന്തുകൊണ്ടാ? ഇന്ത്യയുടെ രാഷ്ട്രപതി മാറി നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? അതല്ല, അവര് പരിചിതപ്രജ്ഞരായ ആൾക്കാരാണ്. എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ എന്താ നമുക്കുണ്ടാവുന്നത്? ഇൻസ്പിറേഷൻ ആണ്. മോഹൻലാലും മോഹൻലാൽ പോലുള്ള കഥാപാത്രങ്ങൾ അവാർഡുകൾ ലഭിക്കുമ്പോൾ യുവതലമുറ അതിൽ നോക്കി പഠിക്കാനുണ്ട്. ഇതാ കണ്ടോ, ഞങ്ങളുടെ പൂർവികന്മാർ, മുൻഗാമികൾ ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും ഇതുപോലെ കഥാപാത്രത്തെ ഇത്ര ആവാഹിച്ച് അതിനോട് സമർപ്പിച്ച് കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നത് കണ്ടിട്ട് അത്ര ഒരു ഡെഡിക്കേഷൻ ഉള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതിൽ അവർ പ്രചോദനമാകുകയാണ്. അല്ല മറിച്ച് മമ്മൂട്ടിയുടെ എന്തെങ്കിലും ഗ്രഡ്ജുണ്ട്, മോഹൻലാലിന്റെ എന്തെങ്കിലും ഗ്രഡ്ജുണ്ട്, എന്നാ പിന്നെ പോയ വഴിക്ക് ഒരു തട്ട് തട്ടിയേക്കാം എന്ന് പറയുന്നതോട് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് ശാരദക്കുട്ടിയെ. അവരുമായി ബന്ധപ്പെട്ട അവരുടെ ലേഖനങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നത് നമുക്ക് ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ എനിക്കും അവകാശമുണ്ട്. സെയിം റൈറ്റ് ഉണ്ട്, സെയിം ഡ്യൂട്ടി ഉള്ളവരെ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാനായ ശാരദക്കുട്ടിയുടെ ഈ ഒരു പരാമർശത്തോടെ തികച്ചും 100% ഞാൻ വിയോജിക്കുകയാണ്. വെരി സോറി. വളരെ നന്ദി ശ്രീ സജി നന്ദ്യാട്ട് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും വിവാദങ്ങൾ ഒഴിഞ്ഞ് തർക്കങ്ങൾ ഇല്ലാത്ത ഭൂരിപക്ഷ പ്രേക്ഷക വിലയിരുത്തൽ പോലൊരു ചലച്ചിത്ര പുരസ്കാരം ജൂറിക്ക് സാധ്യമാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അരുൺ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നു, വയനാട്ടിൽ നിന്നാണ്. അരുൺ, ശാരദക്കുട്ടി പറഞ്ഞത് താങ്കൾ കേട്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ മുതിർന്ന നടന്മാർ സ്വയം മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ? അരുൺ, കേൾക്കാമോ? യെസ്, ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം വിവാദങ്ങളില്ലാതെ പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഈ ഏറ്റവും പ്രധാനമായി ഈ ഭൂരിപക്ഷ പ്രേക്ഷക വിലയിരുത്തലിൽ കൂടിയുള്ള ഒരു പ്രഖ്യാപനമായിരിക്കുമോ ജൂറിയുടെ ഭാഗത്ത് നിന്ന് എന്നറിയാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹരി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു, വിജയരാഘവന്റെ കാര്യം. അദ്ദേഹം പോലും മികച്ച നടനായി വന്നാൽ നമുക്ക് അത്ഭുതമില്ല, അത്രമാത്രം നമ്മളെ വെള്ളിത്തിരയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാം, എന്തും സംഭവിക്കാം, അല്ലേ ഹരി? ഇല്ല, കഴിഞ്ഞ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ പലപ്പോഴായി വിവാദങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പോലെയല്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പലപ്പോഴായി പ്രേക്ഷകരുടെ അഭിപ്രായത്തോട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് പല അവാർഡ് കാറ്റഗറിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് വരാറുള്ളത്. ഒരു ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ടഫ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവർ അർഹരാണ് എന്ന് പ്രേക്ഷകർ തോന്നുന്ന രീതിയിലേക്കാണ് കാണാറുള്ളത്. കാരണം ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളാണല്ലോ. ആ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നതും അനുകൂലിക്കുന്നതും ജൂറിയുടെ പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇത്തവണ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ നടന്റെ കാറ്റഗറിയിൽ മാത്രമല്ല. ഇപ്പൊ നമ്മൾ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോഴും അതിന്റെ ഒപ്പം ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും ടൊവിനോയുടെയും പേരുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പോലും അതൊരു ടഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ഇത്തവണ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത് മികച്ച നടിക്കുള്ള ഒരു പുരസ്കാരം തന്നെയാണ്. കാരണം അതിന് ഒരു വലിയ കാറ്റഗറി, ഒരു വലിയ ഒരു നടിമാരുടെ നിര തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സ്റ്റാർട്ടിങ് ഫ്രം ജ്യോതിർമയി തൊട്ട് നമ്മളിപ്പോ ജ്യോതിർമയൊക്കെ വേണം